ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല, താക്കീത് കൂടിയാണ്. ഒരൊറ്റ ഒപ്പിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉരുകുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയെ ഒറ്റപ്പെടുത്തുകയാണ് സുപ്രീം കോടതിയിലെ മറ്റു ജഡ്ജിമാർ എന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പാതിരാത്രിയിലെ മോദിയുടെ കടുത്ത തീരുമാനമായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം. ആ പാനലിൽ ഉൾപ്പെട്ട രാഹുലിനെ പുറത്താക്കിക്കൊണ്ടായിരുന്നു മോദിയും അമിത്ഷായും ഒറ്റയടിക്ക് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് നിമിഷങ്ങൾക്കകം രാഹുൽ രംഗത്തെത്തിയപ്പോൾ സുപ്രീം കോടതി ഈ കാര്യത്തിൽ കേന്ദ്രത്തെ രൂക്ഷമായി നോക്കിയതാണ്. കാരണം BJPയും മോദിയും വർഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം ചെയ്തതിൽ ഒന്ന് ജനാധിപത്യത്തെ ചാക്കിട്ട് പിടിക്കാനായി EVM കൈക്കലാക്കുകയായിരുന്നു. അവിടുത്തെ പതിഞ്ഞ വോട്ടുകളിലെല്ലാം വിരിഞ്ഞത് താമര മാത്രം. അതിനായി അവർ ആദ്യം കൂട്ടുപിടിച്ചതോ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയുമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ ബോഡിയെ നിയമിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ടായിരുന്നു. എന്നാൽ 2023 മോദിയുടെ ഒറ്റ വെട്ടിൽ ചീഫ് ജസ്റ്റിസ് ഔട്ട്. അതിനുശേഷം നടന്ന ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ വിശ്വസ്തൻ ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമനം നേടുകയും ചെയ്തു. ഇനിയും വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിന് മുന്നിൽ പൊരിവെയിലിൽ വരി നിൽക്കേണ്ടതുണ്ടോ എന്ന് രാജ്യത്തെ ജനങ്ങൾ പരസ്പരം പ്രതീക്ഷയേറ്റ് ചോദിച്ചു തുടങ്ങിയപ്പോൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കടുത്ത നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനു മുമ്പ് കോടതി തുറന്നു പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അത് BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് വിശ്വാസമില്ല എന്നാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും BJPയുടെ ഇരട്ട എഞ്ചിൻ മുഖ്യമന്ത്രി പുറത്തായി എന്നുള്ളതാണ്. മോദി ഗ്യാരണ്ടികൾ ഒന്നും വിലപ്പോകാതെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ കല്ലെറിഞ്ഞു തുടങ്ങി. മണിപ്പൂരിലെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ അടിയന്തരമായ തീരുമാനം കൈക്കൊണ്ടത് സുപ്രീം കോടതി തന്നെയാണ്. എന്തായാലും രാജ്യത്തിപ്പോൾ തീപാറുന്ന വിവാദപരമായ ചർച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പാതിരാ നിയമനം മോദി തിടുക്കപ്പെട്ട് നടത്തിയതാണ്. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചർച്ച തൽക്കാലത്തേക്ക് വേണ്ട എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറയുമ്പോഴും മാർച്ച് 19 പൊടി തട്ടുമെന്ന് അവസാന ഉത്തരവിൽ അവർക്ക് പറയേണ്ടി വന്നു. അവിടേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.